ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാമിനാർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ, അതുപോലെ തന്നെ ഫ്ലോ ത്രൂ പൈപ്പ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണെന്ത് ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് അല്ലെങ്കിൽ ഹെഡ് ലോസ് ഇൻ പൈപ്പ്. നമുക്കറിയാം പല റെസിസ്റ്റൻസ് കാരണം, വേരിയസ് റെസിസ്റ്റൻസ് കാരണം എന്തുണ്ടാവും, ഫ്ലൂയിഡ് ഫ്ലോയിൽ എനർജി ലോസ് ഉണ്ടാവും. ഈ എനർജി ലോസിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മേജർ എനർജി ലോസും മൈനർ എനർജി ലോസും. മേജർ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ലോസ്. മൈനർ എനർജി ലോസ് എന്ന് പറയുമ്പോൾ വേറെ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് കാരണം, അതായത് സഡൻ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന, പൈപ്പിൽ പെട്ടെന്ന് ഡയമീറ്ററിൽ ഉണ്ടാകുന്ന സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, ഡയമീറ്ററിൽ ഉണ്ടാകുന്ന സഡൻ കോൺട്രാക്ഷൻ, പൈപ്പിലെ ബെൻഡ് കാരണം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പൈപ്പ് ഫിറ്റിങ്സ് കാരണം ഉണ്ടാകുന്നത്, പൈപ്പിലെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റിൽ ഉണ്ടാകുന്ന എനർജി ലോസ്, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലോസ്. ഇതൊക്കെയാണ് മൈനർ എനർജി ലോസ്. മേജർ എനർജി ലോസ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോമുലയാണ് ഡാർസി വെയ്ബാച്ച് ഇക്വേഷനും ചെസ്സിസ് ഫോമുലയും. ഡാർസി വെയ്ബാച്ച് ഇക്വേഷൻ, ചെസ്സിസ് ഫോമുല, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രിക്ഷൻ കാരണം അല്ലെങ്കിൽ മേജർ എനർജി ലോസ് ഉണ്ടാകുമ്പോൾ മേജർ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഡാർസി വെയ്ബാച്ച് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്, ഓർത്ത് വെക്കണം. അതിൽ പറയുന്നത് ഹെഡ് ലോസ് HF ഈസ് ഈക്വൽ ടു 4FL_V²/2GD. ഹെഡ് ലോസ് HF ഈസ് ഈക്വൽ ടു 4FL_V²/2GD. ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഹെഡ് വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി, എൽ ലെങ്ത് ഓഫ് പൈപ്പ്, ഡി ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഫോമുലയിൽ 4FL_V²/2GDയിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഡാർസീസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ് 4FL_V²/2GD എന്ന് പറയും. ഇനി ഈ ഇക്വേഷൻ തന്നെ ഇങ്ങനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും, HF ഈസ് ഈക്വൽ ടു F1LV²/2GD. ഇവിടെ ഈ F1 എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടറാണ്, ഫ്രിക്ഷൻ ഫാക്ടർ. അതാണ് ഇവിടെ മാറിപ്പോകാനുള്ള ഒരു സാധനം. F1 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതായത് ഫ്രിക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 4 ടൈംസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം, അത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ ഫോമിൽ ഇങ്ങനെ രണ്ട് തരത്തിലും കാണാം, 4FL_V²/2GD എന്നും കാണാം, F1LV²/2GD എന്നും കാണാം. ഓക്കെ, അപ്പോൾ FL_V²/2GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഫ്രിക്ഷൻ ഫാക്ടറാണ്. 4FL_V²/2GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡാർസീസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇനി ഇതിൽ ഈ ടേമിനെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വെലോസിറ്റീനെ നമുക്ക് എന്ത് എഴുതാം, ആവറേജ് വെലോസിറ്റീനെ ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് എഴുതാം. ഡിസ്ചാർജ് ബൈ പൈപ്പിൻ്റെ ഏരിയ എന്താണ്, π/4d². ഇതിൽ ഈ പൈക്കും പൈയുടെ 3.14 എന്നുള്ള വാല്യൂയും നമ്മൾ 2 ഇൻറ്റു ജിക്ക് 9.18 എന്നുള്ള വാല്യൂയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലോസിന് ഇങ്ങനെയും എഴുതാം, F1L_Q²/1.2 ഇൻറ്റു d⁵5, 1.2 ഇൻറ്റു d⁵5, F1L_Q² ഡിവൈഡ് ബൈ 1.5 d⁵5 ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു FL_V²/2GD. ഇനി ഈ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു, 4 ടൈംസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ലാമിനാർ ഫ്ലോൻ്റെ കേസിൽ ഫ്രിക്ഷൻ ഫാക്ടർ നമുക്ക് എന്ത് എഴുതാം, 64/റെയ്നോൾഡ്സ് നമ്പർ എന്ന് എഴുതാം, 64/റെയ്നോൾഡ്സ് നമ്പർ. ഇനി ഇത് ചിലപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ടേംസിലാണ് തരുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവുക, 16/റെയ്നോൾഡ്സ് നമ്പർ. ഇനി അതുപോലെ തന്നെ ടർബുലൻറ്റ് ഫ്ലോൻ്റെ കേസിൽ ഫ്രിക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.316 ഡിവൈഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ⁴ ടർബുലൻറ്റ് ഫ്ലോൻ്റെ കേസിൽ. അതും ഈ ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ ടേംസിലാണ് തരുന്നതെങ്കിൽ ഈ 314 എന്താവും, അത് ഡിവൈഡ് ബൈ 4 ആവും, അതായത് 0.071 ഡിവൈഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ⁴ എന്നാവും എന്ത്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ടേംസിലാണ് തരുന്നതെങ്കിൽ. അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ ടേംസിലാണെങ്കിൽ ലാമിനാർ ഫ്ലോൻ്റെ ഫ്രിക്ഷൻ ഫാക്ടർ എന്താണ്, F1 ഈസ് ഈക്വൽ ടു 64/റെയ്നോൾഡ്സ് നമ്പർ. അതുപോലെ തന്നെ ടർബുലൻറ്റ് ഫ്ലോൻ്റെ കേസിലാണെങ്കിൽ 0.316 ഡിവൈഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ⁴. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഈ ഹെഡ് ലോസ് ഇൻ ലാമിനാർ ഫ്ലോനെ
നമ്മൾ നേരത്തെ ഒരു ഹെയ്ഗൻ പോയ്സലി ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എച്ച് എഫ് ഈസ് ഈക്വൽ ടു 4f എച്ച് എഫ് ഈസ് ഈക്വൽ ടു 32 മ്യൂ യു ബാർ എൽ ഇൻ ഡിവൈഡ് ബൈ റോ ജി ഡി സ്ക്വയർ അതായത് ഹെയ്ഗൻ പോയ്സലി ഇക്വേഷൻ. അതിനെ തന്നെ നമ്മൾ ഈ യു ബാറിന് പകരം ക്യൂ ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ ബൈ എ അതായത് ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എച്ച് എഫ് ഫിസിക്കൽ ടു 128 മ്യൂ ക്യൂ എൽ ബൈ പൈ റോ ജി ഡി റേസ് ടു 4 എന്ന് കിട്ടും. അതായത് ഹെഡ് ലോസ് എന്തിന് പ്രൊപ്പോർഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ് ലോസ് എന്തിന് പ്രൊപ്പോർഷനാണ്? ഹെഡ് ലോസ് അതായത് ലാമിനാർ ഫ്ലോൻ്റെ കേസിൽ ഹെഡ് ലോസസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കേസാണ്. ഹെയ്ഗൻ പോയ്സലി ഇക്വേഷൻ്റെ പറയുമ്പോൾ അവിടെ പറഞ്ഞ കേസാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഈ ഫ്രിക്ഷൻ ഫാക്ടറിനെ അല്ലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോ സീറോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു വി സ്ക്വയർ. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഷിയർ സ്ട്രെസ്സിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു മാക്സിമം ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു ആവറേജ് വെലോസിറ്റി സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് എഴുതാം, ആവറേജ് വെലോസിറ്റി സ്ക്വയർ. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് ചെസീസ് ഫോർമുല. ഈ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസ് ഓഫ് ഹെഡ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുലയാണെന്ത്? ചെസീസ് ഫോർമുല. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാർസി-വൈബേച്ച് ഇക്വേഷൻ സാധാരണഗതിയിൽ പൈപ്പ് ഫ്ലോൻ്റെ കേസിലും ചെസീസ് ഫോർമുല ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ കേസിലുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ചെസീസ് ഫോർമുല പറയുന്നത് ഇത്രയേ ഉള്ളൂ. മീൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. ഇതാണ് ചെസീസ് ഫോർമുല. മീൻ വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. ഇതിൽ എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡ് ബൈ പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കുലാർ പൈപ്പിൻ്റെ കേസിൽ എന്താണ്? ഏരിയ π/4 d² ആണ്, പെരിമീറ്റർ πd ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? π/4 d², പെരിമീറ്റർ πd. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കുലാർ പൈപ്പിൻ്റെ കേസിൽ എമ്മിൻ്റെ വാല്യൂ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ വാല്യൂ d/4 ആണ്. ഹൈഡ്രോളിക് റേഡിയസിൻ്റെ വാല്യൂ എത്രയാണ്? d/4 ആണ് ഒരു സർക്കുലാർ പൈപ്പിൻ്റെ കേസിൽ. അപ്പോൾ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഇനി ഈ ചെസീസ് കോൺസ്റ്റന്റ് സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് റോ ജി ഡിവൈഡ് ബൈ ഫ്രിക്ഷൻ ഫാക്ടറാണ്. ഈ ഇക്വേഷനിൽ ഐ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്, HF/L ആണ് ഐ എന്ന് പറയുന്നത്. അതായത് ഐ എന്ന് പറയുന്നത് HF/L. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഹെഡ് ലോസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചെസീസ് ഫോർമുലയിൽ ഈ എം എന്ന് പറയുന്ന ടേംസ് എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. അതിൻ്റെ ഇക്വേഷൻ A/P, ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. പിന്നെ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ്? റൂട്ട് ഓഫ് റോ ജി ഡിവൈഡ് ബൈ ഫ്രിക്ഷൻ ഫാക്ടർ. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ഇക്വേഷൻ, ഇതാണ് മെയിനായിട്ടും ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? ഡാർസി-വൈബേച്ച് ഇക്വേഷനും ചെസീസ് ഇക്വേഷനും. ഡാർസി-വൈബേച്ച് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർമലി ജനറലി എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫ്ലോ ത്രൂ പൈപ്പ്സിൻ്റെ കേസിലാണ്. ഇനി ചെസീസ് ഫോർമുലയാണെങ്കിലോ ജനറലി ഓപ്പൺ ചാനലിൻ്റെ കേസിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. മെയിനായിട്ടും നമ്മൾ ഡാർസി-വൈബേച്ച് ഇക്വേഷൻ പറയുമ്പോൾ ഫ്രിക്ഷൻ ഫാക്ടറും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും മാറിപ്പോകാതിരിക്കാൻ നോക്കുക. ഇനി ഇത് രണ്ടുമാണ് മേജർ ലോസസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈനർ ഹെഡ് ലോസുകളാണ്. മൈനർ ഹെഡ് ലോസിൽ ആദ്യത്തെ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഇവിടെ ഒരു സ്മോൾ ഡയമീറ്റർ പൈപ്പിൽ നിന്ന് ലാർജ് ഡയമീറ്റർ പൈപ്പിലേക്ക് ഒരു സഡൻ എൻലാർജ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എൻലാർജ്മെൻറ്റിൻ്റെ അടുത്തുണ്ടാവും എന്തുണ്ടാവും? ഇതേപോലെ ഒരു എഡീസ് ഫോം ചെയ്യും, അവിടെ ഹെഡ് ലോസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഹെഡ് ലോസിൻ്റെ വാല്യൂ നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ ഓർത്ത് നോക്കുക. ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യലി സ്മോൾ പൈപ്പിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ വെലോസിറ്റി V1 ലാർജ് പൈപ്പിലുള്ള
ഫ്ലോൻ്റെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2g. V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2g. ഇനി നെക്സ്റ്റ് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, അതായത് പെട്ടെന്ന് തന്നെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഡൻ കോൺട്രാക്ഷൻ. ഇനീഷ്യൽ വെലോസിറ്റി V1 ആണ്, ഫൈനൽ വെലോസിറ്റി V2 ആണ്. അതായത് ലാർജ് പൈപ്പിലെ വെലോസിറ്റി V1 ആണ്, സ്മോൾ പൈപ്പിലെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു വെനാ കോൺട്രാക്റ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു റേഡിയസ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ വെനാ കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. അവിടുത്തെ വെലോസിറ്റി VC ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g ഇൻറ്റു 1/cc മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതിൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, അതായത് ഏരിയ അറ്റ് വെൻ ആ കോൺട്രാക്റ്റർ ഡിവൈഡ് ബൈ ഏരിയ അറ്റ് ഈ ഏരിയ ഓഫ് ദ പൈപ്പ്, അതാണെന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് V2 സ്ക്വയർ ബൈ 2g ഇൻറ്റു 1/cc മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ എടുക്കുന്നത് എന്താണ്? ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു V2 സ്ക്വയർ ബൈ 2g, 0.5 ഇൻറ്റു V2 സ്ക്വയർ ബൈ 2g. ഇനി നെക്സ്റ്റ് ഹെഡ് ലോസ് ഡ്യൂ ടു എൻട്രൻസ് ടു ദ പൈപ്പ്, പൈപ്പിലേക്ക് പെട്ടെന്നുള്ള എൻട്രി കാരണം ഉണ്ടാകുന്ന ഹെഡ് ലോസ് HI ഈസ് ഈക്വൽ ടു 0.5 V സ്ക്വയർ ബൈ 2g, 0.5 V സ്ക്വയർ ബൈ 2g. അതായത് V എന്ന് പറയുന്നത് എന്താണ്? ആ ലിക്വിഡിൻ്റെ ഫ്ലോൻ്റെ വെലോസിറ്റി. ഇനി ഹെഡ് ലോസ് ഡ്യൂ ടു എക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്? V സ്ക്വയർ ബൈ 2g. ഹെഡ് ലോസ് ഡ്യൂ ടു എക്സിറ്റ് ഓഫ് ദ പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിൽ ഉണ്ടാകുന്ന ഹെഡ് ലോസ് എന്ന് പറയുന്നത് V സ്ക്വയർ ബൈ 2g. ഇതിൽ V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്. ഇനി നെക്സ്റ്റ് ഹെഡ് ലോസ് ഡ്യൂ ടു ബെൻഡ്, HB ഈസ് ഈക്വൽ ടു K ഇൻറ്റു V സ്ക്വയർ ബൈ 2g. ഈ K എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ബെൻഡാണ്, അതായത് ഓരോ ആംഗിളിനനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, അതാണ് K എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറും ആ ആംഗിളിൻ്റെ ബെൻഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആ Kയുടെ വാല്യൂ എന്ന് പറയുന്നത്. Kയുടെ വാല്യൂ 90 ഡിഗ്രി ബെൻഡിന് അപ്രോക്സിമേറ്റ്ലി 1.2, 45 ഡിഗ്രി ബെൻഡിന് അപ്രോക്സിമേറ്റ് 0.41. അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ബെൻഡ് ഈസ് ഈക്വൽ ടു KV സ്ക്വയർ ബൈ 2g. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, എന്നാലും ഓർത്ത് വെക്കുക. ഹെഡ് ലോസ് ഡ്യൂ ടു വാരിയസ് പൈപ്പ് ഫിറ്റിംഗ്സ് കാരണം ഉണ്ടായ ഹെഡ് ലോസ് ഈക്വൽ ടു KV സ്ക്വയർ ബൈ 2g. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ K എന്ന് പറയുന്നത് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? പൈപ്പ് നമ്മുടെ ഏത് ടൈപ്പ് ഫിറ്റിംഗ്സ് ആണോ അതിനനുസരിച്ചിട്ട് ആ കോഎഫിഷ്യൻ്റ് K വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫിറ്റിംഗ്സ് ഈസ് ഈക്വൽ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫിറ്റിംഗ് ഈസ് ഈക്വൽ ടു KV സ്ക്വയർ ബൈ 2g. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇക്വലൻ്റ് പൈപ്പ്. എന്താണ് ഇക്വലൻ്റ് പൈപ്പ് എന്ന് വെച്ചാൽ? നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഡിഫറെൻറ്റ് ഡയമീറ്റർ പൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡയമീറ്ററിലെ പൈപ്പിലൊക്കെ എന്തുണ്ടാവും? ഹെഡ് ലോസ് വ്യത്യാസമായിരിക്കും, ഡയമീറ്റർ വ്യത്യാസമാണ്, ഹെഡ് ലോസ് വ്യത്യാസമാണ്, അതുപോലെ തന്നെ വെലോസിറ്റിയും വ്യത്യാസമാണ്. അപ്പോൾ പക്ഷേ ഇതിലൂടെ ടോട്ടൽ, അപ്പോൾ ഇവിടുന്ന് ഈ A എന്നുള്ള പോയിന്റിൽ നിന്ന് B എന്നുള്ള പോയിന്റിലേക്ക് ഈ കോമ്പൗണ്ട് പൈപ്പ്, അതായത് ഇതിനെ കോമ്പൗണ്ട് പൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയമീറ്ററിലെ 3 പൈപ്പുകൾ ചേർന്നാണ്. ഇതിനെല്ലാം അതേ ഹെഡ് ലോസും സെയിം ഫ്ലോയും കിട്ടുന്ന തരത്തിൽ വേറൊരു പൈപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ടോട്ടൽ ഹെഡ് ലോസ് സെയിം കിട്ടുന്ന വേറൊരു പൈപ്പ് വെച്ചിട്ട്, സെയിം ഫ്ലോ കിട്ടുന്ന വേറൊരു പൈപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലൻ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ദ പൈപ്പ് ഓഫ് യൂണിഫോം ഡയമീറ്റർ ഹാവിംഗ് ലോസ് ഓഫ് ഹെഡ് ആൻഡ് ഡിസ്ചാർജ് ഈക്വൽ ടു ലോസ് ഓഫ് ഹെഡ് ഡിസ്ചാർജ് ഓഫ് കോമ്പൗണ്ട് പൈപ്പ്. അതായത് ഈ 3 പൈപ്പും ചേർന്ന് ഈ കോമ്പൗണ്ട് പൈപ്പിൻ്റെ ഹെഡ് ലോസും ആ സെയിം ഡിസ്ചാർജും തരുന്ന ഒരു സിംഗിൾ ഡയമീറ്ററുള്ള, ഒരു യൂണിഫോം ഡയമീറ്ററുള്ള വേറൊരു പൈപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലൻ്റ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സീരീസ് പൈപ്പ്, ഇനി പൈപ്പ് സീരീസ് ആണെന്ന് വിചാരിക്കും. അതായത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലാർജ് ഡയമീറ്റർ പൈപ്പ്, ഒരു സ്മോളർ ഡയമീറ്റർ പൈപ്പ്, വേറൊരു ഡയമീറ്റർ പൈപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഹെഡ് ലോസ്, ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെഡ് ലോസ്, ഫസ്റ്റത്തെ പൈപ്പിലെ ഹെഡ് ലോസ്, രണ്ടാമത്തെ പൈപ്പിലെ ഹെഡ് ലോസ്, മൂന്നാമത്തെ പൈപ്പിലെ ഹെഡ് ലോസ്, ഇതിൻ്റെ എല്ലാം
സം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഇക്വലൻ്റ് പൈപ്പിലെ ഹെഡ് ലോസിന് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു F1L(Q²) × 1.2 × D⁵5 എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ അത് ഇവിടെ കൊടുക്കുവാണെങ്കിൽ, അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞ ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു എന്താണ്? F(L(Q²) / 1.2 × D⁵5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് പൈപ്പിൻ്റെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ സിംഗിൾ പൈപ്പിൻ്റെയും ഹെഡ് ലോസ് ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി ഇക്വലൻ്റ് പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വലൻ്റ് പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാ പൈപ്പിൻ്റെയും ലെങ്ത്തിൻ്റെ സമ്മുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ഇക്വലൻ്റ് പൈപ്പ് ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ഇക്വലൻ്റ് പൈപ്പ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഫസ്റ്റ് വൺ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് വൺ റേസ് ടു 5 ലെങ്ത് ഓഫ് സെക്കൻഡ് വൺ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ഡയമീറ്റർ ഓഫ് സെക്കൻഡ് വൺ റേസ് ടു 5. അങ്ങനെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ, പൈപ്പ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡ്യൂപ്പിറ്റ് ഇക്വേഷൻ എന്ന് പറയും. ഡ്യൂപ്പിറ്റ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പൈപ്പ് സീരീസിലാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? L/D⁵5, അതായത് ഇക്വലൻ്റ് പൈപ്പിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ ഇക്വലൻ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ റേസ് ടു 5 ഈസ് ഈക്വൽ ടു L1 ഡിവൈഡ് ബൈ D1⁵5 പ്ലസ് L2 ഡിവൈഡ് ബൈ D2⁵5 പ്ലസ് എക്സെട്ര. എത്ര പൈപ്പ് ഉണ്ടോ അത്രയും. ഇനി നെക്സ്റ്റ് ഒരു പാരലൽ പൈപ്പിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. ഇതേപോലെ ഒരു പൈപ്പിനെ ഡിവൈഡ് ചെയ്ത് പാരലായിട്ട് 2 പൈപ്പായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഓരോ പൈപ്പിലൂടെ ഉണ്ടാകുന്ന ഡിസ്ചാർജിൻ്റെ, ഇപ്പോൾ 2 പൈപ്പാണെങ്കിൽ ഈ രണ്ടിൻ്റെയും ഡിസ്ചാർജിൻ്റെ സമ്മായിരിക്കും ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ പോയിന്റ് ഈ ഫൈനൽ പോയിൻ്റ് ഇടയിലുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത്, അതായത് ഈ 2 പൈപ്പിലെയും ഹെഡ് ലോസ് ഈക്വൽ ആയിരിക്കും. 2 പൈപ്പിലെയും ഹെഡ് ലോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെഡ് ലോസിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, FL(V²/2GD) അല്ലെങ്കിൽ 4F കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ടേംസിലാണെങ്കിൽ 4FL(V²/2GD). അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ പൈപ്പിലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും, രണ്ടാമത്തെ പൈപ്പിലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആയിരിക്കും. അതായത് 4F1L(V²/2GD1) ഈസ് ഈക്വൽ ടു 4F2L(V²/2GD2) എന്ന് എഴുതാം. ഇതാണ് പാരലൽ പൈപ്പിൻ്റെ കേസിലുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഈ രണ്ടും ഇക്വലൻ്റ് പൈപ്പിൻ്റെ കേസിൽ ഈ 2 കേസും ഓർത്ത് വെക്കുക. ഇനി ഇത്രയാണ് പൈപ്പ് ഫ്ലോൻ്റെ കേസിൽ, എനർജി ലോസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. എന്താണ് ടോട്ടൽ എനർജി ലൈന് അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ? നമുക്കറിയാം, ഒരു പൈപ്പ് ഫ്ലോൻ്റെ കേസിൽ ഫ്ലോ ഡയറക്ഷനിൽ എന്തുണ്ടാവും? എനർജി ലോസ് ഉണ്ടാവും അല്ലേ? ഫ്ലോ ഡയറക്ഷനിൽ എന്തായാലും എനർജി ലോസ് ഉണ്ടാവും, ഹെഡ് ലോസ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫ്ലോ ഉണ്ടാവുള്ളൂ. ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഉണ്ടെങ്കിൽ ഫ്ലോ ഉണ്ടാവുള്ളൂ. അവിടെ എന്തായാലും എന്തുണ്ടാവും? റെസിസ്റ്റൻസ് കാരണവും മറ്റ് വേരിയസ് റെസിസ്റ്റൻസ് പ്രോബ്ലംസ് കാരണം എന്തുണ്ടാവും? ഹെഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം? അതായത് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്ലസ് ഡാറ്റ ഹെഡ് ആണ് എന്ത്? ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ത്രൂ ഔട്ട് ദ ഫ്ലോയിൽ ടോട്ടൽ ഹെഡിൻ്റെ സമ്മിനെ, ആ ടോട്ടൽ ഹെഡിനെ ചേർത്ത് വരക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. അതായത് ഓരോരോ പോയിന്റിലെയും പൈപ്പ് ഫ്ലോയിലെ ഓരോരോ പോയിന്റിലെയും നമ്മുടെ ഇപ്പോൾ ഈ ഒരു പൈപ്പിലാണെങ്കിൽ ഈ ഒരു പൈപ്പ് നോക്കാം, ഇവിടെ 1 എന്നുള്ള പോയിന്റ് നിന്ന് 2 എന്നുള്ള പോയിന്റിലേക്ക് ഫ്ലോ. അപ്പോൾ ഈ 1 നിന്ന് 2ലേക്കുള്ള ഓരോ പോയിന്റിലെയും ടോട്ടൽ എനർജി ലൈനിനെ, അതായത് ടോട്ടൽ ഹെഡിനെ എല്ലാം ചേർത്തൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോനെ എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ആയിരിക്കും. ടോട്ടൽ എനർജി ലൈനിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൽ ടോട്ടൽ എനർജി എപ്പോഴും ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ലൈനും എന്താണ്? അത് ഡിക്രീസിങ് ആയിട്ടാണ് കാണിക്കുക. ഇനി ഈ ടോട്ടൽ എനർജി എല്ലാ പോയിന്റിലും ടോട്ടൽ എനർജീനെ നമ്മൾ ജോയിൻ ചെയ്തൊരു വര വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ടോട്ടൽ എനർജി ലൈൻ എന്ന് കിട്ടും. ഇനി എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ ഹെഡും നമ്മൾ പറഞ്ഞു പ്രഷർ ഹെഡ്
ഡാറ്റം ഹെഡ് അതുപോലെ തന്നെ കൈനറ്റിക് ഹെഡ്, ഇത് മൂന്നും ചേർന്നതാണ് എന്ത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ഈ പ്രഷർ ഹെഡിനെയും അല്ലെങ്കിൽ പ്രഷർ ഹെഡിനെയും ഡാറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡിനെയും ചേർത്ത് നമ്മൾ എന്ത് പറയും? പീസോമെട്രിക് ഹെഡ് എന്ന് പറയും. പീസോമെട്രിക് ഹെഡ് എന്ന് പറയും. ഇതിനെ ജോയിൻ ചെയ്തിട്ട്, അതായത് ഓരോ പോയിന്റിലെയും പീസോമെട്രിക് ഹെഡിനെ ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഇത്രയും വരെ എന്താണ് Z1, അല്ലെങ്കിൽ ഈ ഒരു 1 എന്നുള്ള പോയിന്റ്, ഈ ഒരു പോയിന്റ് കൺസിഡർ Z1, അതായത് ഡാറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്. ഇവിടുന്ന് ഈ ഒരു പോയിന്റാണ് നോക്കുന്നത്, ഈ ഒരു പോയിന്റ്. ഇവിടുന്ന് ഇവിടെ വരെ എന്താണ്? ഇവിടുന്ന് ഇവിടം വരെ പ്രഷർ ഹെഡ് P/ρg. ഇത് രണ്ടിൻ്റെയും സമ്മ്, അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന, അതായത് ഇവിടെയാണ്, ഇതാണെന്ത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഡാറ്റം ഹെഡിൻ്റെ ഓരോ പോയിന്റിലെയും ഡാറ്റം ഹെഡിൻ്റെ, ഇപ്പം ഈ ഒരു പോയിന്റിലുള്ള ഡാറ്റ ഹെഡിൻ്റെയും പൊട്ടൻഷ്യൽ ഡാറ്റ ഹെഡിൻ്റെയും പ്രഷർ ഹെഡിൻ്റെയും സമ്മാണെന്ത് ഈ ഒരു പോയിന്റ്. അങ്ങനെ തേർഡ് പോയിന്റിൽ എന്താണ്? ഡാറ്റ ഹെഡിൻ്റെയും പൊട്ടൻഷ്യൽ ഹെഡിൻ്റെയും ഡാറ്റ ഹെഡിൻ്റെയും പ്രഷർ ഹെഡിൻ്റെയും സമ്മാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ പീസോമെട്രിക് ഹെഡ് എല്ലാം, അതായത് പൊട്ടൻഷ്യൽ ഹെഡിൻ്റെയും പ്രഷർ ഹെഡിൻ്റെയും സം എല്ലാം ചേർത്ത് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ കൈനറ്റിക് ഹെഡും കൂടി വരുമ്പോഴത്തേക്ക് എന്തായി? ടോട്ടൽ ഹെഡായി. അതിൻ്റെ കൂടെ കൈനറ്റിക് ഹെഡും കൂടി വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഹെഡ് ആയി, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ആയി. അപ്പോൾ ആ കൈനറ്റിക് ഹെഡും കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എനർജീനെ എല്ലാം ചേർത്ത് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റിൽ അത് എന്ത് ചെയ്യാം? ഹയർ ലെവലിലേക്ക് പോവാം, ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ എനർജി ലൈൻ എപ്പോഴും ഡിക്രീസിങ് ആയിരിക്കും. അതായത് ടോട്ടൽ എനർജി ത്രൂ ഔട്ട് ദ ഫ്ലോ ഡയറക്ഷൻ എന്ത് ചെയ്യും? കുറയുന്നുണ്ട്. ഹൈഡ്രോളിക് എനർജി അവിടെ ഉണ്ടാകുന്ന പൈപ്പിൻ്റെ ഡയമീറ്ററിനെയും ഡാറ്റത്തിനെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പം ആ കറസ്പോണ്ടിങ് ഹൈഡ്രോളിക് അല്ലെങ്കിൽ പീസോമെട്രിക് ഹെഡ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് കുറയും? കൈനറ്റിക് ഹെഡ് കുറയും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പീസോമെട്രിക് ഹെഡ് ഇത്രയുമാണ്, ഇതുവരെയാണ് പീസോമെട്രിക് ഹെഡ്, ഇത്രയും വരെ. അപ്പം ബാക്കി എന്താണ്? ഇത്രയുമാണ് കൈനറ്റിക് ഹെഡ്. അതേസമയം ഈ പോയിന്റിൽ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന്, അല്ല, പീസോമെട്രിക് ഹെഡ് ഇത്രയാണ്, കൈനറ്റിക് ഹെഡ് ഇത്രയാണ്. അപ്പോൾ ടോട്ടൽ എനർജി, അതായത് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ ഈ പീസോമെട്രിക് ഹെഡ് കുറവാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൂടുതലുണ്ട്? കൈനറ്റിക് ഹെഡ് കൂടുതലുണ്ട്. അതേസമയം പീസോമെട്രിക് ഹെഡ് കൂടുമ്പോൾ കൈനറ്റിക് ഹെഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ടോട്ടൽ ഹെഡ് എപ്പോഴും എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. ഹൈഡ്രോളിക് അല്ലെങ്കിൽ പീസോമെട്രിക് ഹെഡ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ എന്തുണ്ടാവും? അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ ടോട്ടൽ എനർജി ലൈനിൽ എപ്പോഴും ഡൗൺ ഉണ്ടാവുള്ളൂ. അതായത് അതിൽ എന്തുണ്ടാവില്ല? റേസ് ഉണ്ടാവില്ല. അതായത് അത്രയും പോയിന്റാണ് ഓർത്ത് വെക്കേണ്ടത്. എനർജി ഗ്രേഡിയൻറ്റ് ലൈനിൽ എപ്പോഴും എന്ത് ചെയ്യാം? ഓൾവേസ് ഡ്രോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈന് എന്ത് ചെയ്യാം? റൈസ് ചെയ്യാം അല്ലെങ്കിൽ ഫാൾ ചെയ്യാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രഷർ ചേഞ്ചസ്. പ്രഷർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. ഇനി ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ എനർജി ലൈനിനെ താഴെയായിരിക്കും. നമുക്കറിയാം പ്രഷർ ഹെഡും ഡാറ്റ ഹെഡും ചേർന്നാണെന്ത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. അതിൻ്റെ കൂടി കൈനറ്റിക് ഹെഡും കൂടി വരുമ്പോഴേ എന്താവുന്നുള്ളൂ? ടോട്ടൽ എനർജി ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ആവുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈന് ടോട്ടൽ എനർജി ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ താഴെയായിരിക്കും. ആ രണ്ടിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വെലോസിറ്റി ഹെഡിന് ഈക്വൽ ആയിരിക്കും. v²/2g ഈക്വൽ ആയിരിക്കും. ഇനി യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും എൻ്റെ സ്ലോപ്പും ടോട്ടൽ എനർജി ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് പൈപ്പിൻ്റെ ഡയമീറ്ററിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പും എനർജി ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് ഹെഡ് ലോസ് ഇൻ പൈപ്പ്, അതിൽ മേജർ ഹെഡ് ലോസ് നമ്മൾ ഡാർസി-വെയ്ബേച്ച് ഇക്വേഷൻ, അതുപോലെ തന്നെ ചെസീസ് ഇക്വേഷൻ, പിന്നെന്താണ് മൈനർ ഹെഡ് ലോസ്, ടോട്ടൽ എനർജി ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക്സ്.